കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 2.25 കോടിയിലേറെ രൂപ വില വരുന്ന കഞ്ചാവ് പിടികൂടി. DRI ആണ് പിടികൂടിയത്. കോഴിക്കോട് സ്വദേശി ഫവാസിൽ നിന്നാണ് 7,920 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, എപ്പോഴായിരുന്നു സംഭവം? വീണ, ഇന്ന് രാവിലെ DRI കണ്ണൂർ യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഈ കഞ്ചാവ് വേട്ടയുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് എയർ-ഏഷ്യ വിമാനത്തിലെത്തിയ കൊച്ചി സ്വദേശിയായ ഫവാസ് ആണ് ബാഗേജിനകത്ത് 17 ബാഗുകളിലായി കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ്. മുമ്പും കൊച്ചി വിമാനത്താവളം വഴി ഇത്തരത്തിൽ വലിയ തോതിൽ ഹൈബ്രിഡ് കഞ്ചാവുകളുടെ കടത്ത് നടന്നിട്ടുണ്ട്. ഫവാസിനെ അങ്കമാലി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 7.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 3 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് 15 കിലോ കഞ്ചാവ് പിടികൂടുകയും ചെയ്തിരുന്നു. തായ്ലാന്റിൽ നിന്നാണ് ഏറ്റവും അധികം ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തുന്നത്. ബാഗുകളിൽ അതിവിദഗ്ധമായി ഇത്തരത്തിൽ ലഹരികൾ, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവുകൾ ഒളിപ്പിക്കുന്നത് പെട്ടെന്ന് പിടിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് പരിശോധനകൾ, വിമാനത്താവളങ്ങളിൽ നടക്കുന്ന പരിശോധനകളെ അതിജീവിച്ച് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഹൈബ്രിഡ് കഞ്ചാവുകൾ ഇത്തരത്തിൽ കടത്തുന്നത്. ബഗേജിൽ വസ്ത്രങ്ങൾക്കിടയിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിവിദഗ്ധമായി പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പേപ്പറിട്ട് മൂടുന്നതിനാൽ രഹസ്യ വിവരങ്ങളോ സൂചനകളോ ലഭിക്കാതെ സ്ക്രീനിങ്ങിൽ തിരിച്ചറിയാൻ കഴിയാറുമില്ല ഇത്തരത്തിലുള്ള കഞ്ചാവുകൾ ഒളിപ്പിച്ച് കടത്തുന്നു എന്നത്. ശരി ജിജീഷ്.